അഷ്കർ അൻവർ ഇങ്ങനെയൊരു നിലപാട് പരസ്യമായി പറയാനുള്ള കാരണം എന്തായിരിക്കാം? ആര്യാടൻ ഷൗക്കത്ത് നിന്നാൽ വിജയസാധ്യത കുറവാണ് എന്ന രൂപത്തിൽ നേരത്തെ തന്നെ കോൺഗ്രസുമായി സംസാരിച്ചു കഴിഞ്ഞു. അതിൽ ഒരു നിലപാട് മാറ്റത്തിലേക്ക് കോൺഗ്രസ് വന്നില്ല, അതുകൊണ്ട് പരസ്യ നിലപാടെടുക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, നിലമ്പൂരിലെ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള നിലപാട് പി വി അൻവർ കടുപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള അതൃപ്തി പാർട്ടിയിൽ ഇല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുമ്പോൾ പോലും കാര്യകാരണങ്ങൾ സഹിതം താൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി മത്സരിപ്പിക്കരുത് എന്നൊരു ആവശ്യം പി വി അൻവർ തുടർച്ചയായി ഉന്നയിക്കുന്നത്. അതിന് അൻവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഒന്ന്, വി എസ് ജോയി അവിടെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അവിടെയുള്ള ക്രൈസ്തവ സമുദായത്തിൻ്റെ പരിഗണന അത് കൂടുതൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഒറ്റക്കെട്ടായി തന്നെ അവിടെയുള്ള ക്രൈസ്തവ വോട്ട് ബാങ്ക് യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് വന്യജീവി സംഘർഷങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ അതൃപ്തിയിലാണ് അവിടെയുള്ള സമുദായ സംഘടനകളുള്ളത്. അത്തരത്തിൽ സഭകളൊക്കെ തന്നെ പി വി അൻവറുമായി അല്ലെങ്കിൽ പി വി അൻവർ സഭാധ്യക്ഷന്മാരുമായി നേരത്തെ ചർച്ചകളൊക്കെ നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വി എസ് ജോയിയെ അവിടെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം പി വി അൻവർ ഉന്നയിക്കുന്നത്. എന്നാൽ അതേസമയം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ അവതരിപ്പിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് അൻവർ പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് അവിടെയുള്ള സമസ്തകളാണെങ്കിലും APEK വിഭാഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി അടക്കമുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാവരും സാമുദായികമായി തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പല ഘട്ടത്തിലും നിലപാട് സ്വീകരിച്ചവരാണ്. ഇപ്പോൾ നിലവിൽ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോഴും അതിനെതിരെ ശബ്ദം ഉയർത്തുന്നവരാണ്. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് അവർ സംഘടനാപരമായി തന്നെ പി വി അൻവറിനെ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാമുദായിക പ്രതിനിധി എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിക്കാനോ മത്സരിപ്പിക്കാനോ സാഹചര്യമില്ല. അത് യഥാർത്ഥത്തിൽ അതിന് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്താനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നുള്ള ഒരു ആശങ്ക കൂടി അൻവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി ഒന്നുകിൽ വി എസ് ജോയി ആക്കുക, അതല്ലെങ്കിൽ മൂന്നാമതൊരാളെങ്കിലും പരിഗണിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളൊരു നിർദ്ദേശം അൻവർ ആവർത്തിച്ചു പറയുന്നത്. അതിനോട് ചേർത്ത് പറയേണ്ട കാര്യം, ഇതൊരു വിലപേശലായി നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പി വി അൻവർ വലിയ അതൃപ്തിയുണ്ട്. നേരത്തെ യു ഡി എഫ് നേതൃത്വം യോഗം ചേർന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ചുമതലപ്പെടുത്തിയെങ്കിലും അതിനുശേഷം അതിൽ ഇതുവരെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ പി വി അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും പൂർണ്ണമായും അവഗണിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കോൺഗ്രസും യു ഡി എഫ് നേതൃത്വം പോയേക്കാം. അതുകൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക എന്നുള്ള ഒരു നിലപാടിൻ്റെ കൂടി ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ വിലപേശലിൻ്റെ കൂടി സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ പി വി അൻവർ ഇത്തരത്തിലൊരു നിലപാട് കടുപ്പിക്കുന്നതിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത് ഒരു കാര്യം, നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത് വി എസ് ജോയിക്കായിരുന്നു. ഈ ഘട്ടത്തിലും പി വി അൻവറുമായി ഇല്ലെങ്കിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാന മണിക്കൂറുകളും ഇത്തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ അത് കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൂടി ഭാഗികമായി ഇതിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. കാരണം നിരന്തരമായി മുസ്ലിം ലീഗ് നേതൃത്വമായി പി വി അൻവർ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും താല്പര്യം അത് വി എസ് ജോയിയോടാണ് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. നേരത്തെ തന്നെയുള്ള അത്തരം പരാമർശങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വം നടത്തുകയും ചെയ്തിരുന്നു. നിലപാടിന് വിരുദ്ധമായ ഒരു സമീപനത്തിലേക്ക് ലീഗ് പോകുമോ എന്നതും പ്രധാനമാണല്ലോ. വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്ത് തടസ്സമുണ്ടാവുകയാണെങ്കിലും അത് ഒരുമിച്ച് നിൽക്കുക എന്നായിരിക്കും ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ എടുക്കുന്ന നിലപാടെന്ന് വേണം മനസ്സിലാക്കാൻ.